ഇന്നലെയാണ് ഇടതുമുന്നണി യോഗം നടന്നത്. സ്വാഭാവികമായും നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ നേരിടുന്ന പല പ്രശ്നങ്ങൾ, ഒപ്പം CPM നേരിടുന്ന പല പ്രശ്നങ്ങൾ, ഇവയെല്ലാം ആ ചർച്ചയിൽ പ്രതിപാദിക്കുകയും ചർച്ചയിൽ LDF യോഗത്തിൽ കാര്യമായ രീതിയിൽ ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തുവെങ്കിൽ പോലും ആദ്യഘട്ടം മുതൽ CPM അടങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന പല ആരോപണങ്ങൾക്കും പല മറുപടികളും CPI ചോദിച്ചിരുന്നു. CPI ഈ വിഷയങ്ങളെല്ലാം LDF യോഗത്തിൽ ഉന്നയിച്ചു. പക്ഷേ അവിടെ CPIക്ക് അനുകൂലമായ ഒരു നിലപാടും ആ LDF യോഗത്തിൽ എടുത്തില്ല. അവിടെ എല്ലാ മുഖ്യമന്ത്രിക്കും CPMനും അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് CPIയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടും വലിയ ക്ഷീണവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളും ആ പ്രയാസങ്ങളുമെല്ലാം രാഷ്ട്രീയപരമായി മുതലെടുക്കുവാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. LDF യോഗത്തിൽ CPIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ UDF പാളയത്തിൽ UDFിൻ്റെ കൺവീനറായ MM ഹസൻ ആ രാഷ്ട്രീയ സാഹചര്യത്തെ, നിലവിലുള്ള CPMനോടുള്ള അകൽച്ച, CPIയുടെ പരോക്ഷമായുള്ള അകൽച്ചയെ മുതലെടുത്തുകൊണ്ട് CPIയെ UDFിൻ്റെ ഭാഗത്തേക്ക് ചേർക്കുക എന്ന നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് UDFിൻ്റെ കൺവീനറായ MM ഹസൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. CPIയെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുവാൻ, UDFിൻ്റെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കുവാൻ UDF തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിനുള്ള തന്ത്രങ്ങളെല്ലാം UDF മെനഞ്ഞിട്ടുണ്ട്. പക്ഷേ CPMനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാത്രമേ CPIയെ UDFിലേക്ക് സ്വീകരിക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ CPIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയെല്ലാം CPI നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആർജവത്തോടെടുത്ത തീരുമാനങ്ങൾ ഇത്തവണ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള CPI എടുക്കുവാൻ തയ്യാറാണ് എങ്കിൽ സ്വാഭാവികമായും തീർച്ചയായും UDF അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും. CPIയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാൻ UDF തയ്യാറാണ് എന്ന് തുറന്നു പറയുകയാണ് UDF കൺവീനർ MM ഹസൻ. പണ്ടൊരിക്കൽ സപ്തകക്ഷി മന്ത്രിസഭാ യോഗത്തിൽ CPMനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPI നേതാക്കൾ പറഞ്ഞതെല്ലാം ഇപ്പോഴുള്ള CPI നേതാക്കന്മാർ ഓർക്കണമെന്ന് അദ്ദേഹം ആ മാധ്യമ സ്ഥാപനത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒപ്പം CPIക്ക് അവരുടെ ശക്തിയെപ്പറ്റി അറിയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ CPMനോടൊപ്പം CPI നിന്നെങ്കിൽ മാത്രമേ ഇടതുപക്ഷത്തിന് ശക്തമായൊരു മന്ത്രിസഭ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ അവർ വലിയ സമ്മർദ്ദത്തിലേക്ക് പോകും. അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിടുവാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കുമെന്നതടക്കമാണ് MM ഹസൻ മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. CPMനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് CPI വരികയാണ് എങ്കിൽ സ്വാഭാവികമായും UDF സ്വീകരിക്കുമെന്ന് പറയുന്നതിനോടൊപ്പം MM ഹസൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആശയപരമായി UDFിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ CPI തയ്യാറാണ് എങ്കിൽ തീർച്ചയായും CPIയെ സ്വീകരിക്കും. ഒരിക്കൽ CPM വിട്ട CPI കോൺഗ്രസിനോടൊപ്പം വന്നപ്പോൾ അന്ന് CPI പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ UDF കൺവീനർ MM ഹസൻ മാധ്യമ സ്ഥാപനത്തിന് മുന്നിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇടതുമുന്നണിയുടെ ഇടനാഴിയിൽ കിടന്ന CPMൻ്റെ ആട്ടും തുപ്പും സഹിക്കുവാൻ, ചവിട്ടുകൊണ്ട് കിടക്കുവാൻ CPI തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് CPI നേതാക്കന്മാർ UDFിലേക്ക് വന്നിരുന്നു. അത്ര തന്നെ വലിപ്പമുള്ള ആനയാണ് ഇപ്പോഴും CPI എന്ന ബോധ്യം CPIക്ക് ഉണ്ടാകണം. ആ വലിപ്പം CPI മനസ്സിലാക്കണം. UDFിനോടൊപ്പം ചേരുവാൻ CPIയെ തള്ളിപ്പറഞ്ഞു വന്നാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കാമെന്ന് MM ഹസൻ അടിവരയിട്ട് പറയുന്നു. CPIക്ക് CPIയുടെ പ്രാധാന്യത്തെപ്പറ്റി ഇപ്പോൾ ബോധ്യമില്ല. CPIയുടെ ആദർശശുദ്ധിയെപ്പറ്റി ബോധ്യമില്ല. CPIയുടെ ആശയങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അംഗഭംഗങ്ങളെ പറ്റിയിട്ട് ബോധ്യമില്ല. ആ ബോധ്യം ഉടനടി CPIക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി നേടുവാൻ പോകുന്നത് CPI തന്നെയായിരിക്കുമെന്നും MM ഹസൻ വ്യക്തമാക്കുന്നു. CPI നടത്തുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ, CPIയുടെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുവാൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് ധൈര്യമില്ല എന്നും എടുത്തടിച്ചതുപോലെ തന്നെയാണ് MM ഹസൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുമ്പോഴും ദളിതരും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരും CPMനെ ഒന്നായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇനി UDFിൻ്റെ കാലമാണ്. ആ കാലം അതിവിദൂരമല്ല എന്ന ബോധ്യം CPIക്ക് ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തലും MM ഹസൻ നടത്തുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം MM ഹസൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPIക്ക് മാത്രമല്ല CPMനോടൊപ്പം പൊറുതിമുട്ടി നിൽക്കുന്ന ഏത് ഘടകകക്ഷിക്കും UDFിലേക്ക് വരാം. UDFിൽ എല്ലാവരും സമന്മാരാണ്. ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ്. CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ഹൃദയം കൊണ്ട് സന്നദ്ധരാണ് UDF എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം PV അൻവറിനെ പോലെ, KT ജലീലിനെ പോലെ അധികാരത്തിന് വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ ആശയത്തെ പണയം വെച്ചു പോയ ഒരു സ്വതന്ത്ര നേതാക്കന്മാരെയും UDFിലേക്ക് എടുക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് MM ഹസൻ. കോൺഗ്രസിലേക്ക് PV അൻവർ പോകുമോ, KT ജലീൽ പോകുമോ എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ MM ഹസൻ തുറന്നടിച്ചുകൊണ്ട് തൻ്റെ അഭിപ്രായം, UDFിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വതന്ത്ര താല്പര്യത്തിന് വേണ്ടി, വ്യക്തി താല്പര്യത്തിന് വേണ്ടി, അധികാരത്തിൻ്റെ ലഹരിക്ക് വേണ്ടി പാർട്ടി ഉപേക്ഷിച്ചു പോയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആരെയും
സ്വതന്ത്ര നേതാക്കന്മാരെ ആരെയും UDF-ലേക്ക് സ്വീകരിക്കില്ല. അത് PV അൻവർ ആയാലും ശരി, KT ജലീൽ ആയാലും ശരി എന്ന അടിവരയിട്ട് പറയുന്ന MM ഹസന് ഒറ്റ കാര്യം മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാനുള്ളത്. CPM-നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPI-യോ മറ്റ് ഘടകകക്ഷികളോ വന്നാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാൻ UDF തയ്യാർ തന്നെയാണ് എന്ന്.